നമസ്തേ. ഇതാണ് ഇന്ന് ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ പുതുതായിട്ട് തുടങ്ങിയ സേവാഭാരതിയുടെ ഓഫീസ്. ഇന്ന് ഉദ്ഘാടനമായിരുന്നു. ഇതില് തയ്യൽ യൂണിറ്റ് ഇട്ടിട്ട് ഒരു 10 സ്ത്രീകൾക്ക് ജോലിയും അതുപോലെ തയ്യൽ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അതായത് പാവപ്പെട്ട അമ്മമാരെ എംപവർ ചെയ്യുക, അവർക്കൊരു വരുമാനം ഉണ്ടാക്കുക, സ്വാശ്രയ അവലംബനം എന്ന രീതിയിൽ അവർ സ്വന്തം കാലിൽ നിൽക്കാറാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു വലിയ വീട് എടുത്തത്. അതിലിപ്പോൾ ഇവിടെ ഈ കാണുന്ന ഹാളിലാണ് ഞങ്ങൾ കട്ടിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കട്ടിങ് മാസ്റ്ററെ ആദ്യം ഞങ്ങൾ വെക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് പൈസ ശമ്പളം കൊടുത്ത് തന്നെ ഒരു കട്ടിങ് മാസ്റ്ററെ വയ്ക്കാനാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. ഇവിടെ 3 മുറികളുണ്ട്. ഈ മുറിയിൽ മെയിനായിട്ട് ഒരു 6 മെഷീൻ ഇടാനുള്ള സൗകര്യം നമുക്കുണ്ട്. പിന്നെ ഇവിടെ കട്ടിങ് മാസ്റ്ററുടെ അടുത്ത് തന്നെ ഒരു 2-3 തയ്യൽ മെഷീൻ ഇടാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു മുറിയുണ്ട്. ഈ മുറിയിലൊരു 5 മെഷീൻ ഇടാൻ സാധിക്കും. അങ്ങനെ ഒരു 6, 5, 11, 4, 15 മെഷീൻ ഇട്ടിട്ട് പ്രവർത്തനം തുടങ്ങാനാണ് ഉദ്ദേശിക്കണേ. ഇതില് പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് ഫാഷൻ ടെക്നോളജി പഠിച്ച സതി എന്ന് പറയുന്ന ആളായിരിക്കും ഇതിന്റെ ഹെഡ്. പിന്നെ 1-2 തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ തയ്യൽ പഠിപ്പിക്കാനും ഇത് മൊത്തത്തിൽ കൊണ്ടു നടക്കാനും നമ്മുടെ വിജയലക്ഷ്മി, നേരത്തെ പരിചയമുള്ള വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ചേച്ചി സഹായിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും തയ്യലിൽ അറിയാവുന്ന ഒരുമാതിരി ആളുകൾ, അങ്ങനെ ഒരു 8-9 പേരെ ഇപ്പം തന്നെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് തയ്യൽ ട്രെയിനിങ് കൊടുത്ത് അവരെയും കൂടി ഉൾപ്പെടുത്തി ഒരു നല്ല സംരംഭം നല്ല ഉയർന്ന രീതിയിൽ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങളിത് തുടങ്ങുന്നത്. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ തയ്യൽ യൂണിറ്റിന്റെ കൂടെ തന്നെ കുറച്ച് സ്ത്രീകള് അവർക്ക് തയ്യൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിവിടെ ഓൾറെഡി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ തയ്യൽ പഠിപ്പിക്കുക, വളരെ ചെറിയ ഫീസ് അല്ലെങ്കിൽ ഫീസ് ഇല്ലാതെ തന്നെ അവരെ പഠിപ്പിച്ച് സ്വാശ്രയമാക്കി വിടണം എന്നുള്ള ആഗ്രഹം കൂടിയുണ്ട്. അത് ഇതിന്റെ കൂടെ ഒരു 2 മെഷീനെങ്കിലും ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഇടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ 1 മണിക്കൂറെങ്കിലും ദിവസം വെച്ചിട്ട് അവർ ട്രെയിനിങ്ങിന് വരും. അവർക്ക് തയ്യൽ പഠിപ്പിച്ച് അവരെ എടുക്കണം. എന്നിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു തയ്യൽ യൂണിറ്റ് തുടങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കുക എന്നാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ സഹകരണം ഞങ്ങൾ അപേക്ഷിക്കുന്നു.